അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ഏനാത്ത് സിഐയോട് ഒരു വാക്ക്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് നിയമമുള്ള കരുതൽ തടങ്കൽ നിയമപ്രകാരം പോലും ഒരു വ്യക്തിയെ തടവിൽ വെക്കുന്നതിന് നിബന്ധനകളുള്ള ഈ രാജ്യത്ത് സാമ്പത്തിക വിഷയത്തിൽ ഇടപെടാൻ നിലവിൽ റൈറ്റ് ഇല്ലാത്ത പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനായ താങ്കൾ ആരുടെയൊക്കെ മുന്നിൽ ആളാകണമെന്ന ഉദ്ദേശത്തോടെ നിരപരാധിയായ ഒരു മനുഷ്യനെ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ പിടിച്ചു നിർത്തുകയും ഹറാസ് ചെയ്യുകയും ഭീഷണിപ്പെടുത്തി സ്റ്റേഷൻ രജിസ്റ്ററിൽ ഒപ്പുവെപ്പിക്കുകയും ചെയ്തതിന് താങ്കൾ മറുപടി പറഞ്ഞേ തീരൂ. അതിനകത്ത് സ്റ്റേഷനിൽ CI എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് ഇപ്പോൾ പുള്ളി പറഞ്ഞത് നിങ്ങളാണെങ്കിൽ ജോലിക്ക് ആളെ വിട്ടിട്ട് പെമ്പിള്ളേരെ വിട്ടിട്ട് ആണെങ്കിൽ നിങ്ങൾ ശമ്പളം കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പരാതി കിടപ്പുണ്ട്. അവരുടെ ശമ്പളം എത്ര രൂപ കൊടുക്കാറുണ്ട്, നീ ആ ശമ്പളം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ പേരിൽ ഞങ്ങൾ ആക്ഷൻ എടുക്കും. പിന്നെ മാത്രമല്ല നിൻ്റെ ലൈസൻസ്, നീ ഇവിടെ നിൽക്കുക, നിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ലൈസൻസും മറ്റേ ലേബർ ലൈസൻസും പിന്നെ ബിൽഡിങ്ങിൻ്റെ എഗ്രിമെൻ്റ് പേപ്പറും കൂടെ കൊണ്ടുവന്നതിന് ശേഷം നീ പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര മസിൽ പിടുത്തമായിരുന്നു. മാത്രമല്ല നിൻ്റെ ലൈസൻസ് കൊണ്ടുവന്നിട്ട് നിൻ്റെ ഓഫീസ് പൂട്ടി അവർ 2 പോലീസുകാരെ വിളിച്ചിട്ട് പറയാ ഇവൻ്റെ ലൈസൻസ് കട്ട് ചെയ്യുക, റിപ്പോർട്ട് കൊടുക്കാനും ഭയങ്കര ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നെ അവർ ഭീഷണിപ്പെടുത്തി അവരുടെ വൗച്ചറിനകത്ത് ഒപ്പിടിപ്പിച്ച് ഓഗസ്റ്റ് 20-ാം തീയതി ആകുമ്പോഴത്തേക്കും 15,000 കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ അവരുടെ വൗച്ചറിനകത്ത് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ടുണ്ട്. ഹായ് അമീഗോസ്, ബ്ലിസ് ആൻഡ് ബ്ലൈസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുടെ 20-ാം വകുപ്പ് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവരെ പോലും അന്യായമായി ശിക്ഷിക്കുന്നതിൽ നിന്നും സംരക്ഷണം നൽകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു രാജ്യത്ത് ശിക്ഷിക്കാൻ അധികാരമില്ലാത്ത പോലീസ് എന്തധികാരത്തിന്റെ പുറത്താണ് എതിർകക്ഷിയല്ലാത്തൊരു വ്യക്തിയെ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ പിടിച്ചു നിർത്തുകയും ഭീഷണിപ്പെടുത്തി സ്റ്റേഷൻ രജിസ്റ്ററിൽ ഒപ്പുവെപ്പിക്കുകയും ചെയ്തത്? ഇതിനെക്കുറിച്ച് ഏനാത്ത് സിഐയോട് സംസാരിച്ചപ്പോൾ വൈഫിനെ വിളിക്കുമ്പോൾ ഭർത്താവാണ് വരുന്നത് എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് തന്നത്. സാധാരണക്കാരനായ ഒരു വ്യക്തിയെ പരാതിയുണ്ടെന്നും പറഞ്ഞ് വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം സ്റ്റേഷനിൽ കയറി ചെന്നു എന്നത് സത്യമാണ്. എതിർകക്ഷി അല്ലാത്തൊരു വ്യക്തിയാണ് തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും അദ്ദേഹത്തെ കൊണ്ട് സ്റ്റേഷനിലെ ഒഫീഷ്യൽ രേഖയിൽ ഒപ്പുവെപ്പിക്കാൻ ഏനാത്ത് CI കാണിച്ച മനസ്സിനെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എതിർകക്ഷിയോ പരാതിക്കാരനോ ഒത്തുതീർപ്പിനെ സംബന്ധിച്ച രേഖ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ അത് കൊടുക്കാൻ സ്റ്റേഷൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ബാധ്യസ്ഥനാണ്. അഥവാ അത്തരത്തിലുള്ള ഒരു രേഖ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടാൽ എതിർകക്ഷി അല്ലാത്തൊരാളെ കൊണ്ട് ഒപ്പുവെപ്പിച്ചതിനെ പറ്റി അഭിഭാഷകനോ കോടതിയോ ചോദ്യം ചെയ്യാതിരിക്കുമോ? അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ചെയ്തൊരു തെറ്റിന് മറ്റൊരാളെ ശിക്ഷിക്കാൻ തക്ക നിയമം നമുക്കുണ്ടോ? ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ തൽപര കക്ഷികളുടെ പരാതികൾ ഭംഗിയായി നോക്കുകയും മറ്റുള്ളവരുടെ പരാതികൾ പരിഹരിക്കാൻ, അതായത് SP നിർദ്ദേശിച്ചാൽ പോലും എതിർകക്ഷിയെ വിളിച്ചു വരുത്തി അന്വേഷിക്കാൻ ഏനാത്ത് പോലീസ് മെനക്കെടാറില്ലെന്ന് പ്രദേശവാസികളിൽ നിന്നും അറിഞ്ഞപ്പോൾ ഏനാത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുമായി നടത്തിയ ആശയവിനിമയത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഏനാത്ത് പാവത്തുങ്ങളെ പിഴിയുന്ന പോലീസുകാരുണ്ടെന്നാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കൈക്കൂലി വാങ്ങുന്നവർ ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന്. പത്തനംതിട്ട SP-ക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് എന്നൊരു ടീം ഉണ്ടെങ്കിൽ സത്യസന്ധമായ അന്വേഷണ റിപ്പോർട്ട് തേടേണ്ടതാണ്. SP-യെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഉണ്ടെങ്കിൽ ശരിയായൊരു റിപ്പോർട്ട് SP-ക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. ഏനാത്ത് CIയുമായി സംസാരിച്ച കോൾ റെക്കോർഡും അതിനെക്കുറിച്ച് എതിർകക്ഷിയോട് ചോദിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ഏനാത്ത് CIയോട് ഒരു വാക്ക്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് നിയമമുള്ള കരുതൽ തടങ്കൽ നിയമപ്രകാരം പോലും ഒരു വ്യക്തിയെ തടവിൽ വെക്കുന്നതിന് നിബന്ധനകളുള്ള ഈ രാജ്യത്ത് സാമ്പത്തിക വിഷയത്തിൽ ഇടപെടാൻ നിലവിൽ റൈറ്റ് ഇല്ലാത്ത പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനായ താങ്കൾ ആരുടെയൊക്കെ മുന്നിൽ ആളാകണമെന്ന ഉദ്ദേശത്തോടെ നിരപരാധിയായ ഒരു മനുഷ്യനെ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ പിടിച്ചു നിർത്തുകയും ഹറാസ് ചെയ്യുകയും ഭീഷണിപ്പെടുത്തി സ്റ്റേഷൻ രജിസ്റ്ററിൽ ഒപ്പുവെപ്പിക്കുകയും ചെയ്തതിന് താങ്കൾ മറുപടി പറഞ്ഞേ തീരൂ. ഹലോ ഹലോ, ഇത് ഏനാത്ത് CI ആണോ? സാർ, ഞാൻ വിളിച്ചതേ ഒരു ബെന്നി എന്ന് പറയുന്ന ഒരാളെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് 10,000 രൂപ ഒരു സ്ത്രീക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷൻ രജിസ്റ്ററിൽ ഒപ്പിടിപ്പിച്ചതായിട്ട് ഒരു സംഭവം പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, എന്നെ കണ്ടില്ലല്ലോ.
അല്ല, സാറ് ഭീഷണിപ്പെടുത്തി ഒപ്പിടിപ്പിച്ചെന്നാ പറയുന്നത്. ബെന്നിയെ. ആ പുള്ളിക്കാരനും ആ പിന്നെ ആരാ? പരാതിയായിട്ട് ഒരു ബന്ധവും ഇല്ല. പുള്ളിക്കാരന്റെ പേരിലല്ല ബെന്നിയാ? ഓഫീസ് ഉള്ളതും ഓഫീസിന്റെ രജിസ്ട്രേഷനും പുള്ളിക്കാരന്റെ പേരിലല്ല. പിന്നെ അദ്ദേഹത്തിനോട് എന്തിനാണ് അങ്ങനെ ഞാൻ പെരുമാറിയത് എന്നറിയണമെന്നുണ്ടായിരുന്നു സാർ. ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തില്ല. ഏത് ബെന്നിയെന്ന് എനിക്ക് അറിയത്തുമില്ല. ഏത് ജിൻസി എന്ന് ബെന്നിയാ? പറയുന്ന ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ്, ഒരു ഹോം നേഴ്സിംഗ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് സാർ. ആ ഹോം നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട സംഭവം തന്നെ ഭീഷണിയൊന്നും പെടുത്തിട്ടില്ല. അവർക്ക് ലേബർ ഓഫീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് പരാതി അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല സാർ, അദ്ദേഹത്തിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചില്ല അല്ല രജിസ്റ്ററിൽ, സ്റ്റേഷൻ രജിസ്റ്ററിൽ. അതിന് ഞാൻ ഒപ്പിടിച്ചില്ല, അവരെല്ലാം ഒപ്പിട്ടതാണോ? ഞാൻ ഒപ്പിടിച്ചു, കൈയെണ്ണം പിടിച്ചാൽ സ്റ്റേഷനിൽ ഒപ്പിടിച്ചിട്ടില്ല. അത്രയും സമയം മണിക്കൂറുകളോളം സ്റ്റേഷനിൽ നിർത്തി ഭീഷണിപ്പെടുത്തി അല്ല ഒപ്പിടിപ്പിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരെപ്പറ്റി വ്യാപകമായ പരാതിയുണ്ട്, മനസ്സിലല്ലേ? ജോലിക്ക് ആളെടുത്തിട്ട് സ്ത്രീകൾ ജോലി വിളിച്ചിട്ട് കാശ് കൊടുക്കുന്നില്ല. അപ്പൊ പോലീസ് അല്ല സ്റ്റേഷനിൽ സാർ, അതിൽ വിളിച്ചിട്ടുണ്ട്. ബെന്നി എന്ന് പറയുന്ന ആ മനുഷ്യനോ എന്താണ് അതിന്റെ അത് ബന്ധം? അദ്ദേഹത്തിന്റെ പേരിലാണോ ഓഫീസ്? ബെന്നിയാണ് വരുന്നത് സ്റ്റേഷനില്. ബെന്നിയുടെ വൈഫിനെ വിളിച്ചു വരുത്താറില്ല, ബെന്നിയാണ് വരുന്നത്. അല്ല, ആരാണ് പരാതി അഗ്രി ജിൻസിക്ക് വരികയാണെങ്കിൽ ജിൻസിയെ വിളിച്ചു വരുത്തണ്ടേ? ഇത് ഒരു മനുഷ്യന്റെ മനുഷ്യാവകാശ ലംഘനമല്ല അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തി ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത്. ജിൻസി വരുന്നില്ല. ആര് ഭീഷണിപ്പെടുത്തി അവർ പരാതിപ്പെടുത്തു കേട്ടോ. സാർ, പോലീസ് സ്റ്റേഷനിൽ പരാതിയിട്ട് വിളിക്കാം. അവർ ഭീഷണിപ്പെടുത്തി അവർ പരാതിപ്പെട്ടു കേട്ടോ. ഓക്കെ പരാതി ഞാൻ നോക്കിക്കോളാം. ഓക്കെ, താങ്ക് യു സാർ. നമസ്കാരം. ഞാൻ നിങ്ങളുടെ അതിനകത്ത് CA വിളിച്ചിരുന്നു. താങ്കളുടെ ഹസ്ബൻഡ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറയുന്നത് ലേബർ ഓഫീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞ് പരാതി അവസാനിപ്പിച്ചു എന്നതാണ്. അതേസമയം താങ്കളുടെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് ഇന്ന ദിവസം എതിർകക്ഷിക്ക് 15,000 രൂപ കൊടുക്കണമെന്ന് സ്റ്റേഷൻ രജിസ്റ്ററിൽ എഴുതി വെപ്പിച്ച് ഒപ്പിടിപ്പിച്ചു എന്നതാണ്. ഇതില് ഏതാണ് വാസ്തവം? എന്താണ് ആ സ്റ്റേഷൻ രജിസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്? ഇനി CAയുമായി സംസാരിച്ചതിൽ പ്രധാനപ്പെട്ട അടുത്ത ഭാഗം താങ്കളെക്കുറിച്ച് വ്യാപകമായ പരാതി ഉണ്ടെന്നാണ്. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ ജോലിക്ക് വിട്ട സ്ത്രീകൾക്ക് പൈസ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും സ്ത്രീകൾക്ക് പണം കൊടുക്കാനുണ്ടോ? പണം കൊടുത്തതിന് രേഖകളുണ്ടോ? ഇതിനെല്ലാം എനിക്ക് ക്ലിയർ ആയിട്ട് ഒരു മറുപടി തരൂ. നമസ്കാരം മാഡം. മാഡം പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടിരുന്നു. മാഡം മേനത്ത് SHO പറഞ്ഞത് തെറ്റായ ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത് പോലെ അല്ല അന്ന് സ്റ്റേഷനിൽ സംഭവിച്ചത്. ബെനിച്ചേട്ടനെ രാവിലെ 10 മണിക്ക് വിളിച്ചിട്ട് വളരെ ഭീഷണിയുടെ സ്വരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. നിന്നെ ഞാൻ കാണിച്ചു തരാം, നിന്റെ ഓഫീസ് ഞാൻ പൂട്ടിക്കെട്ടും എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ആഗസ്റ്റ് 20-ാം തീയതി, അതായത് ഈ മാസം 20-ാം തീയതി 15,000 രൂപ സ്ത്രീക്ക് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനം പൂട്ടിക്കെട്ടും, നമ്മളെ കാണിച്ചു തരാം, നമ്മൾ അകത്ത് പോകും എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. വളരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ബെനിച്ചേട്ടനെ കൊണ്ട് അവിടെ എഴുതി ഒപ്പിടിപ്പിച്ചിട്ട് വിടിയിപ്പിച്ചത് തന്നെ. ലൈസൻസ് കൊണ്ടുവരാണ്ട് നിന്റെ വീട്ടിൽ നിന്ന് ആരും വീട്ടിൽ നിന്ന് ആരും കൊണ്ടുവരാണ്ട് നിന്നെ വിടത്തില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ എനിക്ക് കുഞ്ഞിനെ ഇട്ടേച്ച് പോകാൻ പറ്റില്ലാത്തൊരു സാഹചര്യം കൂടിയായിരുന്നു അന്നേരം. പക്ഷെ അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത്, വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അന്ന് ഒപ്പിട്ട് കൊടുത്തത്. പിന്നെ ഞാനൊരു സ്റ്റാഫിനെ ഡ്യൂട്ടിക്ക് വിടുന്നത് 28 ദിവസത്തേക്കാണ്. 30 ദിവസം ഡ്യൂട്ടിയാണ് വരുന്നത്. 28 ദിവസം ഡ്യൂട്ടിയും 2 ദിവസം ലീവുമാണ് ആ സ്റ്റാഫിന് വരുന്നത്. പിന്നെ ഏതൊരു സ്റ്റാഫാണേലും ആ സ്റ്റാഫ് ജോലി ചെയ്യുന്ന അത്രയും ദിവസത്തെ ശമ്പളം അല്ലാണ്ട് അതിൽ കൂടുതൽ കൊടുക്കാൻ എനിക്ക് യാതൊരു നിർവാഹവുമില്ല. ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എനിക്ക് ഒരു മാസത്തെ 2 ദിവസം ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എനിക്ക് ഒരു മാസം ശമ്പളം മുഴുവൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം എനിക്ക് കസ്റ്റമർ തരുന്നത് അവർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന അത്രയും ദിവസം ശമ്പളം കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ കൂടുതൽ 1 രൂപ പോലും ഞങ്ങൾ മേടിക്കാറില്ല. 3 മാസം കൂടുമ്പോൾ രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ ഞങ്ങൾ സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് മേടിക്കാറ്, കസ്റ്റമർ കയ്യിൽ നിന്നാണ് മേടിക്കാറ്. അതിൽ കൂടുതൽ ഞങ്ങൾ ഒരു പൈസയും മേടിക്കാറില്ല. പിന്നെ സ്റ്റാഫിന് സാലറി കൊടുക്കുന്നതിന്റെ വ്യക്തമായ തെളിവും രേഖകളും നമ്മുടെ അടുത്തുണ്ട്. ഒരു സ്റ്റാഫിനെ ഞാൻ എൻ്റെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് എടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് അവരുടെ പ്രൂഫും കാര്യങ്ങളും അവരെ കൊണ്ട് വ്യക്തമായ എഗ്രിമെന്റിലും സൈൻ ചെയ്യിപ്പിച്ച ശേഷം മാത്രമാണ് ഞാൻ ജോലിക്ക് വിടാറുള്ളത്. ഞാൻ എൻ്റെ സ്റ്റാഫിന് സാലറി കൊടുക്കുന്നതിന് വ്യക്തമായ രേഖകളും തെളിവുകളുമുണ്ട്. കാരണം ഞാൻ എൻ്റെ സ്റ്റാഫിന് സാലറി കൊടുക്കുന്ന കണ്ടു നിൽക്കുന്ന സാക്ഷികളുമുണ്ട്. ഈ പരാതി കൊടുത്തിരുന്ന സ്ത്രീ എത്ര ദിവസം എൻ്റെ സ്ഥാപനത്തിൽ ജോലിക്ക് വന്നു എന്നതിനും തെളിവുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ വ്യക്തമായ ഒരു രേഖയിലാണ് ഞാനൊരു സ്റ്റാഫിനെ ജോലിക്ക് വിടാറുള്ളത്. അതായത് കൃത്യമായി എഗ്രിമെന്റ് വെച്ച ശേഷം മാത്രമാണ് ഓരോ സ്റ്റാഫിനെയും ഞാൻ ഡ്യൂട്ടിക്ക് വിടാറുള്ളത്. മാം, ഞാൻ അതിനകത്ത് SHOയുമായി സംസാരിച്ച വോയിസ് വേണം ഞാൻ മാമിന് വിട്ടുതരാം. കാരണം അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അത് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ആക്കി വിടും, പിന്നെ നിങ്ങളുടെ സ്ഥാപനത്തിന് അല്ല അത് ചീത്തപ്പേരാക്കി മോശമായ രീതിയിൽ ബാധിക്കുന്ന എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, എൻ്റെ ഹസ്ബൻഡ് അല്ല സ്ഥാപനം നടത്തുന്നത്, ഞാനാണ്, എൻ്റെ പേരിലാണ് സ്ഥാപനം, ഞാനാണ് നടത്തുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ബെന്നിനെ വിളിക്കേണ്ട, എന്നെ വിളിച്ചാൽ മതി എന്ന രീതിയിൽ വിളിച്ച് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, അതങ്ങ് ഒത്തുതീർപ്പാക്കി വിട്ടേര്, അവർക്ക് ഏതാണ്ട് ഒരു ചില്ലറ കൊടുത്ത് ഒഴിവാക്കി വിട്ടാൽ പോരെ എന്ന്. ഞാനൊരു ജോലി എടുപ്പിക്കാത്ത ഒരാൾക്ക് ഞാൻ എന്തിന്റെ പേരിലാണ് ഞാൻ പൈസ കൊടുക്കേണ്ടത്? അതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്.
പിന്നെ ഏനാത്ത് SHO പറഞ്ഞത് തെറ്റായ ഒരു വിവരണമാണ്. അദ്ദേഹം പറഞ്ഞു ലേബർ കോർട്ടിലേക്ക് പോകാൻ എന്ന് പറഞ്ഞു. ഒരിക്കലുമില്ല. അദ്ദേഹം പറഞ്ഞത് ഈ മാസം 20-ാം തീയതി പൈസ കൊടുത്തേ പറ്റൂ എന്ന്, അല്ലെങ്കിൽ എന്റെ സ്ഥാപനം പൂട്ടിക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ ചെയ്യുമെന്നാണ് ഏനാത്ത് സ്റ്റേഷനിൽ നിന്ന് എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ മാനസികമായി വല്ലാത്ത രീതിയിലാണ് ടോർച്ചർ ചെയ്തിട്ടാണ് അദ്ദേഹം വിട്ടത്. കാരണം ഏനാത്ത് പോലീസുകാരുടെ അടുത്തു നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരിക്കലും എന്താ പറയാ പോസിറ്റീവായിട്ട് ഒരു സമീപനമല്ല. രണ്ടു കൂട്ടരെ ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടു കൂട്ടരെയും ഭാഗം കേൾക്കാനുള്ളതിന് അദ്ദേഹം ഒരാളുടെ മാത്രം ഭാഗം കേട്ടുകൊണ്ടാണ് അന്ന് എന്റെ ഹസ്ബൻഡിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്.